ഈ മലയാളക്കര ആകമാനം കാത്തിരിക്കുകയാണ് എമ്പുരാനായി. കാരണം ഇതിന്റെ ആദ്യ ഭാഗം ഇറങ്ങിയിരുന്നു, അത് ലൂസിഫർ ആയിരുന്നു. അത് വൻ വിജയമായിരുന്നു. സൗത്ത് ഇന്ത്യ മുഴുവൻ തന്നെ അത് ഒരു വലിയ തരംഗമായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ രണ്ടാം ഭാഗമായി തന്നെ ഈ മാസം 27-ന് ആ സിനിമയുടെ രണ്ടാം ഭാഗമായി എമ്പുരാൻ വരികയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുഴുവൻ ചർച്ചകളും. അത് കുറേ ഭാഗം വിവാദങ്ങളുടെ ഭാഗമായി ചർച്ചയുണ്ട്. പിന്നീട് അതിന്റെ ടെക്നിക്കൽ സൈഡുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും, ആദ്യ ഭാഗം പോലെ തന്നെയാണോ, വീണ്ടും മോഹൻലാൽ കസറുമോ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ശ്രീജിത്ത് പറഞ്ഞതുപോലെ എമ്പുരാന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. March 27 രാവിലെ 6 മണിക്കാണ് എമ്പുരാൻ റിലീസ് ചെയ്യുന്നത്. ഞാനും കട്ട വെയിറ്റിങ്ങിൽ എന്ന് തന്നെ പറയാം. എമ്പുരാൻ ഒരുപാട് പ്രത്യേകതയുണ്ട്, ഒരുപാട് സസ്പെൻസുമായിട്ടാണ് എമ്പുരാൻ്റെ പല പോസ്റ്ററുകളും കാണുന്നത്. ഓരോ പോസ്റ്റർ കാണുമ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ആരാധകർ ഇങ്ങനെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. മോഹൻലാൽ ഏത് രീതിയിലായിരിക്കും, പൃഥ്വി ഏത് രീതിയിലായിരിക്കും, ഇങ്ങനെ ഭയങ്കര ഒരു സസ്പെൻസ് നിറഞ്ഞ ഒരു കാര്യമാണ് എമ്പുരാന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇതിനിടയ്ക്ക് റിലീസിങ് വൈകുമെന്ന് പറഞ്ഞപ്പം ഫാൻസിനെ എല്ലാം നിരാശപ്പെടുത്തി, ഒപ്പം ഞാനും. പക്ഷെ എന്ത് തന്നെയാലും പല തിയേറ്റർ സമരങ്ങൾ. അതെ 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 പിന്നെ ആദ്യം തന്നെ പറയാം, സിനിമയും ഈ എമ്പുരാൻ ഇറങ്ങുന്ന സമയത്താണ് സംവിധായകരുമായിട്ടുള്ള ആ ഒരു സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും. എന്തായാലും ഇത് March 27-ന് വരുന്നു. ഇത് ഐമാക്സ് റിലീസിംഗ് ആണ് ചെയ്യുന്നതെന്നാണ്. പക്ഷേ ഒപ്പം മറ്റൊരു വിഭാഗം വാർത്തയിലൊക്കെ നിറയുന്ന ഐമാക്സ് ഷൂട്ട് ചെയ്താണ് ആ രീതിയിലാണ് സിനിമ വരുന്നതെന്നും പറയുന്നുണ്ട്. ഈ രണ്ട് രീതിയിലുണ്ട്. എന്തായാലും ഐമാക്സ് ആദ്യത്തെ മലയാളത്തിലെ ഐമാക്സ് സിനിമയെന്ന് എമ്പുരാൻ അവകാശപ്പെടാം. അപ്പൊ ഈ ഐമാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നും. അപ്പൊ എനിക്കിതിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാനും അതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്, ഈ ലൂസിഫറിന്റെ ആദ്യ സിനിമ ഇറങ്ങിയപ്പം അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ എമ്പുരാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണല്ലോ, കാരണം ആദ്യത്തേക്കാൾ കോടിക്കണക്കിന് രൂപയാണ് തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ മറ്റൊരു വിവാദം ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഈ ഇതുണ്ടല്ലേ, മുടക്കുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം. അതെ 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 എയർപ്ലെയിന്റെ കാര്യമൊക്കെ പൃഥ്വി തന്നെ പല റീലുകളിലും പോസ്റ്റുകളിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. രസകരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്കും അറിയാം. പക്ഷെ അവിടെ എവിടെയെങ്കിലും തൊടാതെ വളരെ ഒരു അല്ലെങ്കിൽ പൃഥ്വിക്ക് പണ്ടേ ഒരു സ്വഭാവമുണ്ട്, എല്ലാം ഭയങ്കര സസ്പെൻസ് ആയിട്ട് ജനങ്ങളിൽ എത്തിക്കുക എന്നത്. അത് തന്നെയാണ് ഓരോ സിനിമയുടെ വിജയവും. അതോടൊപ്പം തന്നെ അദ്ദേഹം ലൂസിഫർ ഇറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, എന്റെ ഒരു ചെറിയ സിനിമയാണ്, ഒരു കൊച്ചു സിനിമ വിജയിപ്പിക്കുക എന്നത്. എന്തായാലും പറയുന്നുണ്ട് ഇതും ഒരു കൊച്ചു സിനിമയാണെന്ന്. പക്ഷെ 100 കോടിക്ക് പുറത്തു പോയിട്ടുണ്ടല്ലോ ഇതിന്റെ മുതൽ മുടക്ക്. എന്തായാലും നമുക്ക് ആ ചർച്ചയിലോട്ട് വരാം. നമ്മൾ വഴി തിരിഞ്ഞു പോകുന്ന ഐമാക്സ് എന്ന് പറയുമ്പോൾ ഈ ലൂസിഫർ ഷൂട്ട് ചെയ്തതിന്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 1:2.8 ഐമാക്സിന്റെ ഒരു ആസ്പെക്ട് റേഷ്യോ 1.43:1 ഇതിന്റെ ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സംശയം വരും. ഐമാക്സിൽ വരുമ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു ഇതിന്റെ താഴെയും മുകളിലും ബ്ലാക്ക് ബോർഡർ കാണും. ഇതിനെ സിനിമാസ്കോപ്പ് എന്നാണ് സാധാരണ പറയുന്നത്. എനിക്കും അറിയില്ല, എനിക്ക് പുതിയ അറിവാണ്. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. പക്ഷേ ഈ ഐമാക്സിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ കർവിഡാണ്. എന്നാൽ നമ്മൾ സാധാരണ സിനിമ കാണുന്നത് ചെറിയൊരു സ്ക്രീൻ, ചെറിയൊരു കർവിഡ് ആണെങ്കിൽ ഇത് വെർട്ടിക്കൽ കർവിഡാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സിനിമ പ്രേമികൾക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഈ എമ്പുരാൻ വരുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരും, ഈ ഒരു ഐമാക്സ് റിലീസിങ് ആകുമ്പോൾ ആ ഒരു സിനിമ ഇതാകുമ്പം എങ്ങനെ ഇത് അത്തരത്തിലുള്ള സിനിമ തിയേറ്ററിലേക്ക് കാണാൻ പറ്റുക? കാരണം ഇത് നമുക്ക് ദൂരെ നിന്ന് കാണാം, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഇതൊക്കെ എല്ലാവരും ഫാൻസ് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഐമാക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്കും ബാക്കിൽ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരേ രീതിയിൽ ആസ്വദിച്ച് കാണാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ സാധാരണ തിയേറ്ററിൻ്റെ ഈ ടോപ്പും ബോട്ടും കട്ടാകും ഞാൻ പറഞ്ഞതുപോലെ. എന്നാൽ ഈ ഐമാക്സ് ഇട്ടാൽ സാധാരണ തിയേറ്ററിലോട്ട് ഇടാനും പറ്റത്തില്ല. പക്ഷെ ഈ ഐമാക്സ് ഷൂട്ട് ചെയ്തതാണെങ്കിൽ അത് 2 തിയേറ്ററിലും കാണാം. പക്ഷെ ഐമാക്സ് അല്ലാത്തതാണെങ്കിൽ തിരിച്ചു മറിച്ച് ഇടാൻ പറ്റത്തില്ല. അതാണ് ഇതിപ്പം ഒരു ഭാഗം പറയുന്ന ഐമാക്സ് ഷൂട്ട് ചെയ്തതാണെന്നും പറയുന്നു. പക്ഷെ ഐമാക്സ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള റിലീസിങ് എന്നുള്ള രീതിയിൽ എമ്പുരാൻ ആ ഒരു പോസ്റ്റർ കാണുന്നുള്ളൂ. ഏതായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് മലയാളികൾക്ക് കിട്ടുന്നത്. ആദ്യത്തെ ഒരു ഐമാക്സ് സിനിമ എന്നുള്ളൊരു പേര്. വിവാദങ്ങൾക്കിടെ ഇന്നലെ
മോഹൻലാൽ ശബരിമല സന്ദർശിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടായിരിക്കും അദ്ദേഹത്തിന് മുൻപിറങ്ങിയ പല സിനിമകളും വലിയ തകർച്ചയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും ഇപ്പോൾ എമ്പുരാനിലേക്ക് ചുരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു സിനിമയാണ്. അത്രത്തോളം മുതൽ മുടക്കുണ്ട്. അങ്ങനെ ഈ സിനിമ തകരുകയാണെങ്കിൽ അത് വലിയ നഷ്ടത്തിലേക്ക് പോകും. വിജയിക്കുകയാണെങ്കിൽ മലയാള ചരിത്രത്തിൽ തന്നെ എഴുതാൻ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഈ മോഹൻലാലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, മോഹൻലാലിന്റെ ഇതിനു മുമ്പുള്ള മിക്ക സിനിമകളും ഇപ്പോൾ പരാജയപ്പെട്ടു. ഇപ്പൊ മോഹൻലാൽ ഫാൻസ് ഇതിന്റെ താഴെ ചിലപ്പോൾ കുറെ കമന്റുകൾ വന്നെന്നിരിക്കും. പക്ഷെ എന്നിരുന്നാലും അത് സത്യമല്ലാണ്ട് ആവതില്ല. കുറെ സിനിമകൾ അദ്ദേഹത്തിന് പരാജയപ്പെട്ടു. ഇതാണ് ഇനി അടുത്ത എമ്പുരാനാണ് വരാനിരിക്കുന്നത്. അപ്പം കുറെ ആൾക്കാർ, കുറെ പൃഥ്വി ആരാധകരും മറ്റുള്ളവരൊക്കെ പറയുന്നത് പൃഥ്വിരാജ് എന്ന ഒരു ഡയറക്ടറിന്റെ വിശ്വാസത്തിലാണ് എമ്പുരാൻ കാണാൻ പോകുന്നത്. കുറെ കമന്റുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടാലാണ്. അത്രയ്ക്ക് എല്ലാവർക്കും ഒരു വിശ്വാസ്യത ഉണ്ട് പൃഥ്വിരാജ് എന്ന കാസ്റ്റിംഗ്. പല ബോളിവുഡ് താരങ്ങൾ, ഹോളിവുഡ് താരങ്ങൾ, പിന്നെ മഞ്ജു വാര്യർ സ്വാഭാവികം, മോഹൻലാൽ, മഞ്ജു വാര്യർ, പൃഥ്വി, സുരാജ് വെഞ്ഞാൽ, ഇന്ദ്രജിത്ത്, അങ്ങനെ തുടങ്ങിയ ഒരു വൻനിര താരങ്ങൾ തന്നെ ഇതിനകത്തുണ്ട്. എന്തായാലും ഈ എമ്പുരാന്റെ ട്രെയിലറിനകത്ത് ആദ്യം ഒരു തോക്ക് പിടിച്ച് നിൽക്കുന്ന, അതിന്റെ ഇപ്പുറത്ത് മോഹൻലാലിന്റെ ഒരു ഫോട്ടോ കണ്ടിരുന്നോ ശ്രീത്ത്? തോക്ക് ഇങ്ങനെ പിടിച്ച് അതിന് തന്നെ ഒരുപാട് പേര് കമന്റുകൾ വന്ന് പലരും പല രീതിയിലാണ് കമന്റ് ഇട്ടത്. പക്ഷെ ശരിക്കും അതിന് പിന്നീട് ആ ഒരു പോസ്റ്റർ ഇത്തരത്തിൽ വരാനുള്ള കാരണം ഇത് ഐമാക്സ് റിലീസിങ് എന്നുള്ളൊരു ഒരു ചെറിയൊരു സൂചന നൽകിയതാണ്. അപ്പൊ ആ ഒരു തോക്ക് പിടിച്ച് നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു പിക്ചറിന് പോലും ഇത്രയേറെ ആരാധകര്, ഇത്രയേറെ പ്രേക്ഷകരായിരുന്നു. എന്തോരം കമന്റുകളാണ് വന്നത്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു പ്രൊമോഷന്റെ ആവശ്യമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രൊമോഷൻ ഇനിയിപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട്, അതായത് മാർച്ച് 20-നാണെന്ന് തോന്നുന്നു, ലൂസിഫറിന്റെ റീ റിലീസും ഉണ്ട്. ലൂസിഫറിന്റെ റീ റിലീസും ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെ പല നടന്മാരെല്ലാം ചിത്രങ്ങൾ പുറത്തുവിടുമ്പോൾ തന്നെ വലിയ വരവേൽപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത്. അത് ആ സിനിമയ്ക്ക് ഒരു വൈഡ് ഓഡിയൻസിനെ ഈ സിനിമയിലേക്ക് അടുപ്പിക്കാനുള്ള അവസരമായി മാറുക. അതെ 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 ഒരു വൈഡ് ഓഡിയൻസ് തന്നെ ഉണ്ടായിരിക്കും. എന്തായാലും ഇനി നമ്മൾ ഈ വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് വരുന്നത് തിരിച്ചും നമുക്കൊന്ന് വിമർശനം നടത്താം. ഇനി ഏത് രീതിയിലാണെന്നുള്ള അറിയില്ല. ഫാൻസ് ഒന്നും നമ്മളായിട്ട് ചുട്ടരിക്കരുത്, പൊങ്കാല ഇടാൻ വരരുത്. കാരണം പൃഥ്വിരാജ് എന്ന സംവിധായകനിലെ എനിക്കും വിശ്വാസമുള്ളൂ. പക്ഷെ ഓഡിയനുമായി ബന്ധപ്പെട്ടാണ് അതിൽ ആ മോഹൻലാലിന്റെ ഷേപ്പ് തന്നെ മാറ്റി കളഞ്ഞത്. ഇപ്പോഴാണ് അദ്ദേഹം ആ ഒരു മുഖത്തിന്റെ ഷേപ്പിൽ നിന്ന് നമ്മുടെ പഴയ ലാലേട്ടനായിട്ട് വരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കും അതങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒടിയൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആ മുഖവും കണ്ടിട്ടില്ലേ, ആ ശരീരപ്രകൃതവും ഒക്കെ മാറ്റി. അതോടൊപ്പം തന്നെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ദിവസമായിരിക്കും മാർച്ച് 27. ഇപ്പോൾ ഇതിനു മുൻപ് മഞ്ഞുമൽ ബോയ്സ് ആയാലും ആവേശമായാലും പല സിനിമകളും സൗത്ത് ഇന്ത്യ മുഴുവൻ, മാർക്കോ അതിൽ ഏറ്റവും വിട്ടുപോയി, മാർക്കോ എല്ലാം ഉത്തരേന്ത്യയിൽ പോലും വലിയ ഹിറ്റായ ഒരു സിനിമയാണ്. അങ്ങനെ മലയാള സിനിമകൾക്ക് വലിയ രീതിയിൽ സ്വീകാര്യത ലഭിക്കുന്ന സമയത്താണ് ആ പ്രേക്ഷകരെ കൂടി ലക്ഷ്യമിട്ട് പുറത്തുള്ള കേരളം എന്ന ഒരു ചെറിയ മാർക്കറ്റ് മാത്രമല്ല വലിയൊരു മാർക്കറ്റും കൂടി ലക്ഷ്യമിട്ട് ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികളായ ചലച്ചിത്ര പ്രേമികളും വലിയ പ്രതീക്ഷയിലാണ്. അതെ, 2024 നമ്മൾ മലയാളം മൊത്തത്തിൽ വാരി വെതറിയെന്ന് തന്നെ പറയാം. മലയാള സിനിമ മൊത്തത്തിൽ നമ്മൾ അടങ്കലെടുക്കുമായിരുന്നു അല്ലേ, മൊത്തത്തിലെടുത്തു. എന്തോരം വിജയങ്ങളായിരുന്നു, എത്ര സിനിമകളുടെ വിജയങ്ങൾ. പണ്ട് നമ്മുടെ നാട്ടിലെ പരാതിയായിരുന്നു ഈ തമിഴ്നാട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ ഹിന്ദിയിൽ നിന്നെല്ലാം കേരളത്തിൽ വന്ന് പണം വാരി ചിത്രങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും കേരളത്തിലെ സിനിമകൾ കേരളം എന്ന ചെറിയ മാർക്കറ്റിൽ മാത്രം ചുരുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചു മുൻപ് സൂചിപ്പിച്ചത് മഞ്ഞുമൽ ബോയ്സ് ആയാലും ആവേശമായാലും മാർക്കോ ആയാലും പല ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സും ആവേശവുമെല്ലാം തമിഴ്നാട്ടിൽ വലിയ തരംഗമായിട്ടുണ്ടല്ലോ. പ്രേമലു ഈ ആന്ധ്രാപ്രദേശും തെലുങ്കാനയും എല്ലാം കേന്ദ്രീകരിച്ചാണ് അവിടെ ഹിറ്റാവുന്നത്. അങ്ങനെ പുറത്തുള്ള മാർക്കറ്റുകളിൽ നിന്നും കേരളത്തിലേക്ക് പണം വാരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അത് എമ്പുരാനിലൂടെയും സാധിക്കുമെന്നാണ് മലയാളികൾ പ്രതീക്ഷിക്കുന്നത്. അതെ, നമ്മളിപ്പം ജനുവരി, ഫെബ്രുവരി, ഇതിപ്പം മാർച്ച് മാസമായി.
കഴിഞ്ഞ വർഷം ഇതേ സമയത്തൊക്കെ എത്രയോ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് അടിച്ചു. ഇനിയുള്ള പ്രതീക്ഷയെല്ലാം മലയാളികൾക്ക് എമ്പുരാനിലാണ്. കാരണം ഇപ്പം വന്ന എല്ലാ ലോ ബഡ്ജറ്റ് ചിത്രങ്ങളൊക്കെയാണ്, ഹൈ ബഡ്ജറ്റും വന്നിട്ടുണ്ടെങ്കിലും വലിയൊരു ഈ പ്രേക്ഷക പ്രീതി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള. രേഖാചിത്രം അങ്ങനെയുള്ള 1-2 ചിത്രങ്ങൾക്ക് മാത്രമേ ഒരു പ്രേക്ഷക പ്രീതി നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു വലിയൊരു ഇതൊന്നും അതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇനിയുള്ള പ്രതീക്ഷ എന്ന് പറയുന്ന എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ തന്നെയാണ്. ഇതിനിടയിൽ ഞാൻ ഇന്നലെ ഒരു വാർത്ത കേട്ടു, ചെറുതായിട്ട് ഒന്ന് ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ഇത് ഏതോ ഒരു ആപ്പിലൂടെ തുറന്നു. പക്ഷെ അത് ജെനുവിൻ ആണോ ഇല്ലയോ എന്നുള്ള അറിയില്ല. അതിൽ തന്നെ ഒരുപാട് പേര് ഒഴുകിയെത്തുകയായിരുന്നു. ഞാനൊക്കെ ഇപ്പോഴേ ടിക്കറ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഇതുവരെ നിലവിൽ കിട്ടിയില്ല. എന്തായാലും കിട്ടി. എമ്പുരാൻ കണ്ട ആദ്യത്തെ പ്രിവ്യൂ ഞാൻ എന്തായാലും ഈ ചാനലിലൂടെ പറയുന്നതായിരിക്കും. അത്രയേറെ ആൾക്കാർ കട്ട വെയിറ്റിങ്ങിൽ തന്നെയാണ് എല്ലായിടത്തും. ഇപ്പോഴേ ആൾക്കാർ ചോദിക്കുകയാണ് ടിക്കറ്റ് എന്ത് ചെയ്യും. ഞാൻ ചോദിച്ചതൊക്കെ എനിക്ക് കിട്ടുന്നില്ല. ബുക്കിംഗ് ഒക്കെ തുടങ്ങിയോ എന്നുള്ളതും നമുക്കിതുവരെ നിലവിൽ അറിയില്ല. ഓൺലൈൻ വഴിയുള്ള ബുക്കിംഗ് ഒന്നും ഇതുവരെ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ അറിയാൻ പറ്റും. പ്രൊമോഷൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയുന്നുള്ളൂ. പക്ഷേ പൃഥ്വിരാജ് ചെന്നൈയിൽ തന്നെയാണ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിനിടയ്ക്ക് രജനീകാന്തിനെ കണ്ടിരുന്നു. അതെ, എമ്പുരാന്റെ ട്രെയിലർ ആദ്യമായിട്ട് കണ്ടത് രജനീകാന്താണ് എന്നാണ് പറയുന്നത്. ട്രെയിലർ കണ്ടതിന് ശേഷം പൃഥ്വി കുറച്ചിട്ട ഒരു വാക്ക് ഇങ്ങനെയാണ്: അങ്ങ് പറഞ്ഞ വാക്കുകൾ ഞാൻ എന്നും വിലമതിക്കും സാർ, വാക്കുകൾ പറഞ്ഞാൽ മതിയാവില്ല, എന്നും ഫാൻ ബോയ്. ഇതാണ് പൃഥ്വി രജനീകാന്തിനെ കണ്ടതിന് ശേഷം കുറിച്ചിട്ടത്. അപ്പം എന്ന് പറഞ്ഞാൽ രജനീകാന്ത് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ, വലിയൊരു സ്റ്റാർ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി പോലും എമ്പുരാന് വേണ്ടി കട്ട വെയിറ്റിങ്ങിലായിരിക്കും. അത്രയ്ക്ക് എന്ന് വെച്ചാൽ മലയാളി മാത്രമല്ല, തമിഴ്നാട്, കർണാടക എന്ന് വേണ്ട എല്ലാ പ്രദേശങ്ങളും ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് മാറിയിരിക്കുകയാണ് എമ്പുരാൻ. അതിനുവേണ്ടി ഈ ഇന്ത്യ മുഴുവനും കട്ട വെയിറ്റിങ്ങിലാണെന്ന് തന്നെ പറയും. ഇതിൻ്റെ ക്യാമറ ലൂസിഫറിലെ ക്യാമറമാൻ തന്നെയാണ്, സുജിത് വാസുദേവാണ്. നമുക്കറിയാം മറ്റേ അനാർക്കലി, പുണ്യാളനിൻ അഗർബത്തി, ബ്രോ ഇസ്ര, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ പുള്ളിയാണ് ക്യാമറ ചെയ്തത്. സുജിത് വാസുദേവ് തന്നെയാണ് ഇതിൻ്റെ ക്യാമറ. എഡിറ്റിങ് അഖിലേഷ് മോഹനാണ്. അഖിലേഷ് മോഹനും ഇതേപോലെ തന്നെ അനിമൽ എന്ന് പറഞ്ഞ മൂവിയുടെ, ബ്രോ ഡാഡി, കുരുക്ക് തുടങ്ങിയ കുറേയേറെ ചിത്രങ്ങളുടെ എഡിറ്റിംഗ് നിർവഹിച്ച അഖിലേഷ് ദേവൻ. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കാര്യം, ഞാൻ ഈ ബാക്കിൽ ഉള്ളവരുടെ കാര്യം എടുത്തു പറയുന്നത്, ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ, എല്ലാവരുടെയും ഒരു കഴിവായിരിക്കും. പ്രത്യേകിച്ച് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ വരുമ്പം പ്രത്യേകിച്ച് അതിൽ എഡിറ്റിങ്ങും ക്യാമറയും പ്രത്യേകിച്ച് സൗണ്ട് ക്വാളിറ്റി എല്ലാം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളായിരിക്കും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെയുള്ള മലയാളി പ്രേക്ഷകർ കട്ട വെയിറ്റിങ്ങിലാണ് എമ്പുരാന്. മാർച്ച് 27 രാവിലെ 6 മണിക്ക് എന്തായാലും കാണാം അല്ലേ?